എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പഴയകാല നാടൻ കറിയാണ്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മമാര് നമുക്കുണ്ടാക്കി തന്നിരുന്ന വളരെ രുചികരമായിട്ടുള്ള പച്ചക്കായ ഉണക്കമീൻ തേങ്ങാരച്ച കറിയാണ്. ഈ ഒരു കറി കൂട്ടി വയറു നിറയെ ചോറുണ്ട ആൾക്കാർക്ക് അറിയാൻ സാധിക്കും ഈ ഒരു കറിയുടെ സ്വാദ്. ആ ഒരു സ്വാദ് ഒട്ടും കുറയാതെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പാചക രീതിയും. ഇതുപോലൊരു നാടൻ കറി നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വലിയ ലൈക്കുകൾ തരാനും മറക്കരുത്. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് എൻ്റെ കൂട്ടുകാർ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് ഉണക്കമീൻ പച്ചക്കായ തേങ്ങ അരച്ച കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഉണക്കയില കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ച് ഉണക്കിയെടുത്ത അയിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി എത്ര കിലോ മീൻ വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ഉണക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയും ഈ ഒരു ഉണക്കയില വെച്ച് തന്നെയാണ്. പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് വെയിലൊന്നും വേണ്ടാതെ ഉണക്കിയെടുക്കുന്നുള്ള വീഡിയോ ആവശ്യമുള്ള കൂട്ടുകാർക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ മീനിൽ നിന്നും ഒരു 2 മീൻ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ഞാനിവിടെ മീൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളതും. ഈ ഒരു മീനിൽ ധാരാളമായിട്ട് ഉപ്പുണ്ടാകും. അതുകൊണ്ട് ഉപ്പ് പോയി കിട്ടുന്നതിനായിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വേണം വെക്കാനായിട്ടും. വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന മീന് എളുപ്പത്തിൽ ഉപ്പ് പോയി കിട്ടുന്നതിനായിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ കൂടെ നമുക്കിതിലേക്ക് ഇട്ട് വെക്കാം. ഇനി ഈ ഉണക്കമീൻ കറിയിലേക്ക് ഒരു കായയും കൂടി ചേർത്തിട്ടാണ് കറി തയ്യാറാക്കാനും പോകുന്നത്. ഇനി നമുക്ക് ഈ കായ കഷ്ണങ്ങളാക്കിയതിനു ശേഷം മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കഷ്ണങ്ങളിൽ നിന്നുള്ള കറ ഇളകാതിരിക്കാനും വേണ്ടി. അതിനുശേഷം കറിക്ക് ആവശ്യമായ നാളികേര കൂട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് 2 പിടി നാളികേരവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ അളവില് മുളക് പൊടിയും 4 കൊച്ചുള്ളി അല്ലിയും 1 കഷ്ണം ഇഞ്ചിയും 1 ടീസ്പൂൺ അളവില് മല്ലിപ്പൊടിയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഈ ഒരു രീതിയിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാനുള്ള മൺചട്ടിയിലേക്കാണ് അരപ്പൊന്ന് മാറ്റേണ്ടത്. മൺചട്ടിയിലേക്ക് അരപ്പ് മാറ്റിക്കഴിഞ്ഞാൽ കറിക്ക് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തേങ്ങാക്കൂട്ട് അരച്ചതിന് ശേഷം അല്പം ലൂസായിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടും. കാരണം നമുക്കിതിലേക്ക് ഇനി കായ കഷ്ണങ്ങൾ ചേർക്കേണ്ടതുണ്ട്. കായ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോൾ കറി ഒന്ന് കുറുകി വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അല്പം വെള്ളം കൂട്ടി വേണം നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ടും. ഇനി നമുക്ക് ഈ കറി അടപ്പിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. നല്ലോണം തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കറിയിലേക്ക് പച്ചക്കായ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടതും. അതിനുശേഷം കറി നല്ല പോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. കഷ്ണങ്ങൾ അടിയിൽ പിടിക്കാതെ വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ടും. ഇനിയിപ്പോൾ തിളച്ചു തുടങ്ങിയ കറിയിലേക്ക് 2 പച്ചമുളക് കൂടി നമുക്ക് ഒടിച്ച് ചേർക്കാം. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കഷ്ണങ്ങൾ വെന്ത് വരാനായിട്ടൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. കറി നല്ലോണം തിളച്ചു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 കഷ്ണം കുടംപുളി കൂടെ ചേർക്കണം. കുടംപുളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് മാങ്ങയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തോ ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിൽ വെച്ച് തന്നെ വേണം നമുക്ക് ഈ കറി ഒന്ന് വേവിച്ചെടുക്കാനായിട്ടും. കഷ്ണങ്ങളും പുളിയൊക്കെ ചേർത്ത് ഒന്നുകൂടി തിളച്ചു വന്നപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമീൻ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നതും. മീൻ കഷ്ണങ്ങളും ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. ഇനിയിപ്പോൾ നല്ലപോലെ കറി ഒന്ന് തിളച്ച് കുറുകി വറ്റി വരുന്ന താമസം മാത്രമേ ഉള്ളൂ. ഈ ഒരു സമയത്തും നമുക്ക് ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഈ കറി ഒന്ന് വേവിച്ചെടുക്കാനായിട്ടും. ഉണക്കമീനും ചേർത്ത് നല്ലവണ്ണം വെട്ടി തിളച്ച് വരുന്ന സമയത്ത് കറിയുടെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ മൂടി അടച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 7 മിനിറ്റ് ഒക്കെ ആയപ്പോൾ വീണ്ടും മൂടി തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കറി നല്ലപോലെ വറ്റി കുറുകിയ പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് 3 തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർക്കാം. തക്കാളി ചേർക്കുമ്പോൾ ഈ ഒരു സമയത്തായിരിക്കണം ചേർക്കേണ്ടത്. നേരത്തെ തന്നെ നമ്മൾ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ തക്കാളി വല്ലാതെ അങ്ങ് കുഴഞ്ഞു വെന്തു പോകാൻ സാധ്യത കൂടുതലാണ്. കറി വിളമ്പുന്ന സമയത്ത് ആ ഒരു തക്കാളി കൂടെ കിടക്കുന്നത് കാണാനും നല്ലൊരു ഭംഗിയാണ്. അങ്ങനെ തക്കാളിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി ചെറിയ തീയിൽ വെച്ച് തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ അധികം ഒന്നും വെട്ടി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഒരു ചെറിയ തീയിൽ വെച്ച് ഒരു 2 മിനിറ്റ് നേരം മാത്രം തിളച്ച് വന്നാൽ മതിയാകും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് മൂടി മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഒരു താളിപ്പ് കൂടെ ചെയ്തെടുക്കാം.
ചേർക്കണം. താളിപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകിന്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും നല്ലവണ്ണം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കൊച്ചുള്ളി ചേർക്കാം. കൊച്ചുള്ളിയോടൊപ്പം തന്നെ കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. നല്ലോണം മുരിഞ്ഞു വരുന്ന മാത്രയിൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു കാശ്മീരി മുളക് കൂടി 1 ടീസ്പൂൺ കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്കാണ് ഈ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കേണ്ടതും. താളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ഉണക്കയില കായക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇതും ഒരു പഴയകാല നാടൻ കറിയാണ്. ഇനിയിപ്പോൾ വീഡിയോ കണ്ട വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കൂടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.